പാലാ നഗരസഭയിൽ വിജയപ്രതീക്ഷയുമായി LDFും UDFും നഗരസഭയിലെ മിക്ക വാർഡുകളിലും ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. തുടക്കത്തിൽ അനായാസ വിജയമെന്ന് മുന്നണികൾ കണക്കാക്കിയ വാർഡുകളിൽ പോലും പ്രചാരണം കനത്തപ്പോൾ വിധി ആർക്കനുകൂലമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മുമ്പ് 2015-ൽ കേരള കോൺഗ്രസ് എം UDFിലായിരുന്നപ്പോൾ 20-ലധികം വാർഡുകളിൽ UDFിന് ഈസി വാക്ക് ഓവർ ആയിരുന്നു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തെത്തിയപ്പോൾ വിജയം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് LDFും UDFും വാർഡുകളിൽ കനത്ത പോരാട്ടവും പ്രചരണവും കാഴ്ചവെച്ചത്. 13, 14, 15 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കൂട്ടായ്മയ്ക്ക് പിന്തുണയേറിയത് UDFിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. പരമ്പരാഗത വോട്ടർമാരുടെ പിൻബലം നൽകുന്ന കരുത്താണ് കേരള കോൺഗ്രസ് എമ്മിന്റെയും LDFിന്റെയും പ്രതീക്ഷ. പരമ്പരാഗത പാർട്ടി അനുഭാവികളായ വോട്ടർമാർ ഇത്തവണയും തങ്ങളെ ശക്തമായി പിന്തുണച്ചെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ ഉറപ്പു പറയുന്നു. എന്നാൽ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീണതായും കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളുമുള്ള സ്ഥാനാർത്ഥികളെ തങ്ങൾ നിർത്തിയതോടെ കളം മാറിയിട്ടുണ്ടാകുമെന്നുമാണ് UDFിന്റെ പ്രതീക്ഷ. പ്രചരണ രംഗത്തും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. UDF 15 വരെ വാർഡുകൾ നേടുമെന്ന് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കെ മണർകാട് പറഞ്ഞു. 13-ാം തീയതി ശനിയാഴ്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും അത്. എല്ലാ വാർഡുകളിൽ നിന്നുള്ള കണക്കുകളനുസരിച്ച് ഏതാണ്ട് 15 സീറ്റ് UDF നേടുകയും അതോടൊപ്പം UDFിൻ്റെ പിന്തുണയുള്ള 3 സ്വതന്ത്രന്മാരുടെ സഹായം കൂടി ലഭിക്കുന്നതോടുകൂടി പാലാ നഗരസഭ വർഷങ്ങൾക്ക് ശേഷം UDF കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വാർഡുകളിലെ പ്രവർത്തനത്തിൽ നിന്നാണ് എനിക്കിത് ബോധ്യമായിട്ടുള്ളത്. ഞങ്ങളുടെ സാംസ്കാരിക സാഗതിയുടെ സ്ക്വാഡ് വർക്കുകൾ വാർഡുകളിൽ ചെന്നപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു LDF നഗരസഭയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചത്. അവരുടെ ചെയ്തികളോടുള്ള എതിർപ്പും ജനങ്ങളിൽ നിന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. യാതൊരു സംശയം വേണ്ട, UDF വൻ വിജയം കരസ്ഥമാക്കിയിരിക്കും. അതേസമയം ഇടതുപക്ഷം 20 വരെ സീറ്റുകൾ നേടുമെന്ന് കേരള കോൺഗ്രസ് എമ്മിലെ ബിജു പാലപ്പുഴവൻ പറയുന്നു. പാലാ നഗരസഭയെ സംബന്ധിച്ച് LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 20 സീറ്റിൽ നമ്മൾ 100% ജയിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 6 വാർഡുകളിൽ നല്ല മത്സരം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ. 100% നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 7 വാർഡുകളിൽ മാത്രമാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. വിവിധ വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം കുറവാണെങ്കിലും മത്സരം വാശിയേറിയതായിരുന്നു. കരുത്ത് തെളിയിക്കാനും നില മെച്ചപ്പെടുത്താനുമുള്ള LDFിന്റെയും ഭരണം പിടിക്കാനുള്ള UDFിന്റെയും പോരാട്ടങ്ങൾക്കൊടുവിൽ വോട്ട് കണക്കുകൾ വിശകലനം ചെയ്യുന്ന തിരക്കിലാണ് നേതാക്കളും പ്രവർത്തകരും.